ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ അന്വേഷിക്കണം. അതായത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും ദൈവത്തെ പിതാവിനെ കാണത്തില്ലെന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നുവെങ്കിൽ, അവനെ തന്റെ രക്ഷകനും കർത്താവുമായിട്ട് അവൻ അംഗീകരിക്കുന്നുവെങ്കിൽ, അവൻ മതഭക്തിയും പൗരോഹിത്യത്തെയും തള്ളി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് മരിച്ച ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തന്റെ ഏക രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അവനോട് പ്രസാദം തോന്നുമെന്നാണ് എന്റെ അർത്ഥം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ ദൈവം നിന്നിൽ പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ഏത് ജാതി മതസ്ഥനായാലും ശരി, ഇനി ക്രിസ്തീയ മതവിശ്വാസിയോ ക്രിസ്തീയ പുരോഹിതനോ ആയിക്കൊള്ളട്ടെ, നീ മാനസാന്തരപ്പെട്ട് നിന്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ഈ യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു പുരുഷനെ നിന്റെ ഹൃദയത്തിൽ ആരാധനയ്ക്കായിട്ട് നീ സൂക്ഷിക്കല്ല്. യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യമെന്ന് അംഗീകരിക്കുന്നവനിൽ ആര് പ്രസാദിക്കുന്നു? ദൈവം പ്രസാദിക്കുന്നു.